മനുഷ്യത്വം നിറഞ്ഞ ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിലെ മനുഷ്യസ്നേഹികൾക്കിടയിലെ ബ്യൂറോക്രാറ്റ് എന്ന് എനിക്ക് തോന്നിയത്. കാരണം അവർ ആളുകളായിട്ട് ഇടപഴകുന്നത് മുമ്പ് ഇവിടെ DLSയുടെ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഹോമിലെ മക്കളെ കൊണ്ടുവന്നപ്പോൾ അന്നും യശസ്വര്യനായ നമ്മുടെ മാമുപ്പയ അദ്ദേഹം ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഇതേ സ്റ്റേജിലുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് ഇടപഴകുന്നത്. അപ്പോൾ അവർക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഷമീർ സെബാസ്റ്റ്യൻ ക്ലിയർലി കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആണ് സമൂഹത്തെ കുറിച്ചിട്ട്. അതിൽ പ്രത്യേകിച്ച് അരികുവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ചിട്ട് ഭരണഘടന ഭാവന ചെയ്യുന്ന ചേർത്ത് നിർത്തൽ ഇൻക്ലൂഷന്റെ വലിയൊരു മാതൃകയാണ്. അത് അവരുടെ പ്രവർത്തനത്തിലും സംസാരത്തിലും എനിക്ക് പലപ്പോഴും തിരിച്ചറിഞ്ഞത്. എനിക്കറിയാം ഇലക്ഷന്റെ ഭയങ്കര തിരക്കാണ്, വരാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നൊക്കെ. പക്ഷെ അവരുടെ മനസ്സ് വരാതിരിക്കാൻ അവരെ അനുവദിക്കില്ല എന്ന ബോധ്യം കൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചതും അവർ വന്നതും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. തിരക്ക് പിടിച്ച ഒരുപാട് ഇലക്ഷൻ കമ്മീഷന്റെ ഒബ്സർവറുടെ ഒരുപാട് കൺട്രോളിനിടയിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിമിതിക്കിടയിലാണ് വന്നത്. ഒരുപാട് നന്ദി വേണം. ഇനി നമുക്ക് ഇന്ററാക്ഷൻ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ശാരിക ഇവിടെയുണ്ട്, സിവിൽ സർവൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ശാരിക. ഞാൻ ശാരികയുടെ ഒരു കാര്യം വീണ്ടും പറയുകയാണ്. CRCയുടെയും കോഴിക്കോട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ ശാരികയുടെ അറിവിന് വേണ്ടി പറയുകയാണ്. ഈ ഭരണഘടനയിൽ നിയമത്തിന് മുമ്പിൽ തുല്യരാണ്, തുല്യ പരീക്ഷ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ചിന്തയാവും, ഇവിടെ ടാറ്റയും വലിയ പണക്കാരൊക്കെ വലിയ വക്കീലിനെ വെച്ച് കേസ് നടത്തുമ്പോൾ സാധാരണക്കാരന് എവിടെയാണ് നീതി എന്ന്. ആ തോന്നൽ പാർലമെന്റ് ഉണ്ടായപ്പോഴാണ് ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയത്. ആ നിയമനിർമ്മാണത്തിന്റെ പേരാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട്. ഈ നിയമനിർമ്മാണ പ്രകാരം ഇന്ത്യയിൽ എല്ലാവർക്കും സൗജന്യ നിയമസഹായത്തിനുള്ള അർഹതയുണ്ട്, ഒരു കൂട്ടർ ഒഴികെ. ആണാവുകയും ഹൈക്കോടതി വരെയാണെങ്കിൽ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കൂടുതൽ വരികയും ചെയ്താൽ ബാക്കി എല്ലാവർക്കും കിട്ടും. സുപ്രീം കോടതിയിലാണെങ്കിൽ 5 ലക്ഷത്തിന്റെ ലിമിറ്റ് ഉണ്ട്. എല്ലാവർക്കും സൗജന്യ നിയമസഹായത്തിനുള്ള അർഹതയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് നിയമസഹായം എന്നാണ്. നിയമസഹായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷയം വരുമ്പോൾ നിയമം എന്ത് പറയുന്നു എന്നറിയാനാണ്. ഭിന്നശേഷിക്കാരന് ഞാൻ പറഞ്ഞില്ലേ വോട്ടവകാശം കൊടുക്കില്ല. അപ്പോൾ നിയമം എന്താണെന്ന് അറിയേണ്ടതായിരുന്നു. പാരന്റ്സ് വന്നു, നിയമം എന്താണെന്ന് അറിഞ്ഞു, വോട്ടവകാശം നമ്മൾ വാങ്ങിച്ചു കൊടുത്തു, വോട്ടർ സൈഡ് കിട്ടി. അതുപോലെ ഇത് വരുമ്പോൾ അഭിപ്രായം ചോദിക്കാൻ സൗജന്യമായിട്ട് നിയമ ഉപദേശം കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപദേശം കിട്ടുമ്പോൾ ചിലപ്പോൾ വക്കീൽ പറയും കോടതിയിൽ കേസ് കൊടുക്കണം, ഹൈക്കോടതിയിൽ പോകണമെന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകണമെന്ന്, അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ പോകണം, സബ്കോടതിയിൽ പോകണം. അപ്പോൾ കേസ് നടത്താൻ സൗജന്യമായിട്ട് വക്കീലിനെ വെച്ച് 5 കാശിന്റെ ചെലവില്ല. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, കോഴിക്കോട് DLSയിൽ വന്നിട്ട് വെള്ളപ്പേപ്പറിൽ ഒരു പരാതി മാത്രം തന്നിട്ട് ഇന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ആളുണ്ട്. ഇന്റർവ്യൂവിൽ അയാളെ അടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ഒറ്റ ഇന്റർവെൻഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ആളുണ്ട്. DLSN ഇന്റർവെൻഷനിൽ 5 പൈസയുടെ ചെലവില്ലാതെ റോഡുകൾ ഉണ്ടായിട്ടുണ്ട്, കുടിവെള്ള പദ്ധതികൾ ചെളന്നൂർ വന്നിട്ടുണ്ട്, കുടിവെള്ള പദ്ധതി കൊടിയത്തൂർ വന്നിട്ടുണ്ട്. ഒരുപാട് ഇന്റർവെൻഷൻ. ഇവിടെയുള്ള എല്ലാ സർവീസും സൗജന്യമാണ്, 5 കാശിന്റെ ചെലവില്ല. അപ്പോൾ ഈ സൗജന്യ നിയമസഹായം കൊടുക്കാൻ ചില അധികാര കേന്ദ്രങ്ങളെ ഈ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്. അതിന്റെ തലപ്പത്തിൽ പാറ്റേൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സെക്കൻഡ് സീനിയർ മോസ്റ്റ് സുപ്രീം കോടതി ജഡ്ജാണ്. അവിടെ അറ്റോർണി ജനറൽ തുടങ്ങി കുറച്ച് പ്രധാനപ്പെട്ട ആളുകൾ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഹൈക്കോടതിയുമായി ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് അതിന്റെ പാറ്റേൺ ചീഫ്. എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സെക്കൻഡ് സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കുന്ന ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് സാറാണ്. അതിൽ അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങി കുറെ ആളുകളുണ്ട്. എല്ലാ ജില്ലാ ആസ്ഥാനത്തും ജില്ലാ നിയമസേവന അതോറിറ്റി ഉണ്ട്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി മുരളീകൃഷ്ണൻ സാറാണ്, കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാൻ. അതിൽ സബ്ജക്റ്റിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, സെക്രട്ടറിയുടെ പോസ്റ്റാണ്. സബ്ജക്റ്റ് കാർഡിലുള്ള ആളുണ്ട്. ആ പോസ്റ്റാണ് ഈ ഉള്ളവൻ വഹിക്കുന്നത്. ഇതിൽ മെമ്പർമാരായിട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ ഉണ്ട്, സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ട്, മിസ്റ്റർ സച്ചിൻ ദേവ് MLA ഉണ്ട്, അതുപോലെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ട്, ഗവൺമെന്റ് പിഴ തുടങ്ങിയ കുറച്ച് ആളുകളുണ്ട്. അതുപോലെ ഏറ്റവും താഴത്ത് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഉണ്ട്. അത് ആ താലൂക്കിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജാണ് ചെയർമാൻ. അതിൽ ഇതുപോലെ ഒരുപാട് അംഗങ്ങളുണ്ട്. ഇവിടെ കയറിച്ചില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. സൗജന്യ നിയമസഹായം ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ ചെല്ലണം. തൊട്ടടുത്ത കോടതിയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് ചോദിക്കുക സൗജന്യ നിയമസഹായം എവിടെ കിട്ടുമോ. അത് ഉറപ്പാക്കാൻ മടി പ്രശ്നമാണല്ലോ. അവിടെ ചെന്ന് ചോദിച്ചാൽ കാണിച്ചത് ഇന്ന ഓഫീസിൽ ചെന്നാൽ മതി. പൂർണ്ണമായും സൗജന്യം. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അവർക്ക് ഇവിടെ വന്ന് ഇടപെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം യഥാർത്ഥത്തിൽ പ്രശ്നമുള്ള ഒരു 3% മാത്രമേ കോഴിക്കോട് ജില്ലയിൽ ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. 97% ആളുകൾ പുറത്തുണ്ട്. വരണം. നിയമപ്രകാരം നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശം ബാക്കിയുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പുവരണോ, കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. അത് ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ഔദാര്യമല്ല, അത് നിങ്ങളുടെ അവകാശമാണ്. ഞാൻ ശാരികയെ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെടുത്തുന്നു. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ എന്താ പറയുക, എനിക്കിത് പറയണമെന്ന് അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ്, വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ചതിനും ഇതുപോലെ ഒരു ഉപഹാരം തന്നതിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഈ ലീഗൽ സർവീസ് അതോറിറ്റി എല്ലാവർക്കും ഒരുപാട് താങ്ക്. എന്താ പറയുക, സത്യമായ പറയാൻ വാക്കുകളില്ല. കാരണം എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം.
എനിക്ക് ഏറ്റവും സന്തോഷമായത് ഇപ്പം അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ഒരുപാട് മ്യൂസിക്